എൻ്റെ കൊച്ചുനാളിലോട്ടുള്ള ആഗ്രഹമാണ് ഫോഴ്സ് എന്ന ജോലി. എനിക്ക് GK ഒരു ബേസ് ഇല്ലായിരുന്നു, മാത്സ് ഗുണിക്കാൻ പോലും അറിയില്ലായിരുന്നു. ഭാഗ്യം ഇങ്ങനെ കൂടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പെയിൻറ്റിങ്ങിന് പോകും, കാറ്ററിങ്ങിന് പോകും, പ്ലേറ്റ് എഴുതാൻ പോകും. എൻട്രിയുടെ ഭയങ്കര ഒരു ആരാധന വന്നു. കാരണം ഇത് ഒരൊറ്റ ഹോൾഡറിൽ ഈ ഫുള്ള് വീഡിയോസ് കിടക്കുന്നു. എക്സാം നമുക്ക് എല്ലാ ദിവസവും ചെയ്യാനുള്ള എക്സാം കിടക്കുന്നു. പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഗവൺമെൻറ് ജോലിക്ക് പോകും. PSC പഠിക്കാൻ ഇറങ്ങുമ്പോൾ ക്ഷമ അത്യാവശ്യമാണ്. അത്തരത്തിൽ ക്ഷമയുടെ നെല്ലിപ്പല കണ്ട ഒരു ചെറുപ്പക്കാരാണ് നമ്മോടൊപ്പം ഉള്ളത്. അവസാന ചാൻസിൽ പോലീസിൽ 31 റാങ്ക് നേടി തൻ്റെ സ്വപ്ന ജോലിയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് ചെറുപ്പക്കാരൻ. മറ്റാരുമല്ല, ആലപ്പുഴ ചേർത്തല സ്വദേശിയായിട്ടുള്ള ദേവനാരായണനാണ് നമ്മോടൊപ്പം ഉള്ളത്. തീർച്ചയായിട്ടും ദേവനാരായണൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻട്രി പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ദേവനാരായണനെ കാണുമ്പോൾ തന്നെ മുമ്പ് നമ്മുടെ പരിപാടിക്കും ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ മീറ്റപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ മീറ്റപ്പിൽ വന്നപ്പോൾ തന്നെ അന്ന് നമ്മൾ സംസാരിച്ചതാണ്. അപ്പോൾ അതെനിക്ക് വളരെ കൗതുകമായിട്ട് തോന്നിയൊരു കാര്യം വെച്ചാൽ 2016 തൊട്ടേ PSCക്ക് വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ 2016 തൊട്ട് ഇത്രയും വർഷക്കാലം, ഏതോടെ 8 വർഷക്കാലം PSC എന്നും പറഞ്ഞിട്ടിരുന്ന് അല്ലേ, അവസാനം നേടിയെടുത്തു. പക്ഷേ ലാസ്റ്റ് ചാൻസലുമാണ്. ലക്ഷ്യം പണ്ടേ പോലീസായിരുന്നു. എന്തുകൊണ്ടാണ്? ഞാൻ 2014 ഡിഗ്രി പാസ്സാവുന്നത്. NSS കോളേജ് ചേർത്തലയിൽ നിന്നാണ് പാസ്സാവുന്നത്. അതിനുശേഷം ഞാൻ ആദ്യമായിട്ട് ചെയ്തത് ഇന്ത്യൻ ആർമിയിലേക്കുള്ള റാലികളിൽ പങ്കെടുക്കാൻ തുടങ്ങി. അന്നോട്ടെ ഫോഴ്സിനാണ് എൻ്റെ കൊച്ചുനാളിലോട്ടുള്ള ആഗ്രഹമാണ് ഫോഴ്സ് എന്ന ജോലി. കാരണം എൻ്റെ ക്യാരക്ടറാണെങ്കിലും എൻ്റെ സ്വഭാവം, എൻ്റെ എന്തോ എടുത്താലും അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ഇപ്പോൾ ഒരു തല്ലുണ്ടായെങ്കിൽ ആ തല്ലിന് അടുക്ക് കയറി നിൽക്കും, എന്നിട്ട് അത് കോംപ്രമൈസ് ചെയ്യാൻ. പിന്നെ എവിടെയെങ്കിലും ഉത്സവം ഉണ്ടെങ്കിൽ രാവിലെ പോയാൽ അവസാനം എല്ലാം കഴിഞ്ഞ് വരും. ഇപ്പോൾ ഒരു നാട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കുന്നതിൽ കൂടുതൽ അതിൻ്റെ കോർഡിനേഷനിലാണ് ശ്രദ്ധിക്കുന്നത്. സ്വാഭാവികമായിട്ട് എൻ്റെ ക്യാരക്ടറിനും എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി ഞാൻ വളർന്നു വരുമ്പോൾ തന്നെ മനസ്സിൽ വിചാരിച്ചിരുന്നു പോലീസാണ്, അല്ലെങ്കിൽ യൂണിഫോം പോസ്റ്റിലായിരിക്കണം ജോലി ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഞാൻ എടുത്തത് ഡിഗ്രി കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ ഇനി എന്താവണം എന്ന ചോദ്യം എന്നോട് തന്നെ ചോദിച്ചപ്പോൾ എനിക്ക് തോന്നിയതാണ്. അപ്പോൾ ആ സമയത്ത് വരുന്ന ഓരോന്നായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ആദ്യം വന്ന് ഇന്ത്യൻ ആർമിയുടെ റാലിയാണ്, തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് വെച്ചായിരുന്നു. അങ്ങനെ 2 ആർമി റാലിക്ക് പോയി, കിട്ടിയില്ല മീൻസ് പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ ഞാൻ എന്തിനാ ഇറങ്ങി പുറപ്പെട്ടാലും അതിന് വിജയം കാണുന്നവരെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതെന്താണെങ്കിലും ഏത് കാര്യമാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇന്ത്യൻ ആർമി റാലിക്കാണ് പോയത്. അത് 2 പ്രാവശ്യം ശരിക്കും ട്രൈ ചെയ്തു, കിട്ടിയില്ല. അതിനുശേഷം പിന്നെ എനിക്ക് ഏജ് ഓവറായി, അതായത് 20 വരെ അയക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് പിന്നെ ഉള്ളൊരു യൂണിഫോം പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പോലീസാണ്. മനസ്സിലുണ്ട് കേരള പോലീസിൽ ജോയിൻ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടി കൃത്യസമയം 2015 നോട്ടിഫിക്കേഷൻ വന്നു. 2016 എക്സാം. അത് ഞാൻ ട്രൈ ചെയ്തു, പക്ഷെ കിട്ടിയില്ല. അപ്പോൾ ഞാൻ PSC പഠനം ആരംഭിക്കുന്നത് ചേർത്തലൊരു ബ്രില്യൻസ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. എൻ്റെ പഠനം 2 സ്റ്റേജിലാണ്, ഒന്ന് ഓൺലൈൻ, ഒന്ന് ഓഫ്ലൈൻ. ഓൺലൈൻ ആരംഭിക്കുന്നത് കോവിഡിന് ശേഷമാണ്, കോവിഡിന് മുമ്പ് ഓഫ്ലൈൻ. ഈ ഓഫ്ലൈൻ കാലഘട്ടം ശരിക്ക് ലാഗായിരുന്നു. ബേസ് മുഴുവൻ ഉണ്ടായിരുന്നത് ഓഫ്ലൈൻ. ഈ ബ്രില്യൻസിലാണെങ്കിലും അതിനുശേഷം ഞാനൊരു 2015 പോലീസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അവിടെ ചേർന്നു. അതിനുവേണ്ടി പഠിച്ചു, കിട്ടിയില്ല. എനിക്ക് GK ഒരു ബേസ് ഇല്ലായിരുന്നു, മാത്സ് ഗുണിക്കാൻ പോലും അറിയില്ലായിരുന്നു. അത്രയ്ക്ക് ഡിഗ്രി പഠിക്കുമെങ്കിൽ പോലും ഡിഗ്രി പഠിച്ചത് കൊണ്ട് ഒരിക്കലും ബേസ് ആയിട്ടുള്ള എല്ലാം പഠിച്ചു തുടങ്ങിയത് ഒരു PSC ക്ലാസ്സിൽ ചെന്നിട്ടാണ്. അപ്പോൾ അവിടെ ചെന്നു ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു തുടങ്ങി. അപ്പോഴത്തേനും പെട്ടെന്നായിരുന്നു എക്സാം വന്നത്. അതിനെനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ എൻ്റെ കൂടെ ഇരുന്ന ചേട്ടന്മാർ അവർ നേരത്തെ വർഷങ്ങളായിട്ട് പഠിച്ചവരാണ്, അവർക്ക് ജോലി കിട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ പിന്നെ പോകാനൊരു മടിയായി, ഇൻസ്റ്റിറ്റ്യൂഷൻ മാറും. ഇങ്ങനെ ഓരോ തോൽവി വരുമ്പോഴും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ മാറി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കോവിഡ് വരെ തുടർന്നു. 2015 ഈ നോട്ടിഫിക്കേഷൻ വന്നു, കിട്ടിയില്ല. പിന്നെ 2017 നോട്ടിഫിക്കേഷൻ വന്നു. അതിപ്പോൾ ചേർത്തലയിൽ ഹോപ്സ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് പഠിച്ചത്. അവിടെയും പോയി പഠിച്ചു, പക്ഷേ ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു. കൂടെയുള്ള കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ വരെ അത്യാവശ്യം ഇതുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് കിട്ടി, എനിക്ക് കിട്ടിയില്ല. പിന്നെ ആ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എനിക്ക് പോകാൻ തന്നെ മടിയായി. ആ ഒരു മാസത്തെ ഗ്യാപ്പ് എടുക്കും, പിന്നെ ഞാൻ പോവില്ല. പിന്നെ അതിനുശേഷം ആ കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചത്. 42 മാർക്ക് ഉണ്ടായിരുന്നു എനിക്ക്. ഫൈനലിലേക്ക് വന്നപ്പോഴും ഡിലീഷൻ വന്നപ്പോൾ 4 മാർക്ക് പോയി, 39.33 ആയി.
കട്ട് ഓഫ് വന്നത് 39.66 പോയിന്റ് വ്യത്യാസത്തിൽ എനിക്ക് കിട്ടിയില്ല. ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നെങ്കിൽ എനിക്ക് NCCയുടെയും സ്പോർട്സിന്റെയും മാർക്ക് ആഡ് ആയിട്ട് ഒരുപക്ഷെ പഠിക്കുന്ന സമയത്ത് ഭാഗ്യമില്ലാത്തതെന്ന് പറയുന്നത് ഇപ്പോൾ ആ സമയത്ത് അതിന്റെ സ്പോർട്സിന്റെ മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ 2019 കോപ്പിയടി വിവാദത്തിന് ശേഷം ഈ സ്പോർട്സിന്റെ ഞങ്ങളുടെ മാർക്ക് ആഡ് ചെയ്യുന്നില്ല. അതായത് സോണൽ പാർട്ടിസിപ്പേഷന് മാർക്കില്ല. അതിന് മുമ്പായിരുന്നെങ്കിൽ എനിക്കുണ്ടായിരുന്നു. ഇപ്പൊ NCCയിൽ ഒരു 2% മാർക്ക് മാത്രമേ ഉള്ളൂ. പഠിക്കും, പക്ഷെ എല്ലാ കാര്യത്തിലും ഇപ്പോൾ ഒരു നാട്ടിൽ ഒരു മിഡിൽ ക്ലാസ്സാണ്. അതായത് ഫ്രണ്ടിലും അല്ല ബാക്കിലും അല്ല. വീട്ടിലാണെങ്കിൽ അതുപോലെ സാമ്പത്തികമായിട്ട് കുട്ടിക്കാലത്ത് അത്യാവശ്യം മോശം ഇതിലാണ്. അച്ഛനൊരു അടുത്തൊരു സ്കൂളിൽ ക്ലർക്കായിട്ട് പിയൂണായിട്ട് ജോലിക്ക് കയറി. അതിനുശേഷമാണ് ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും കുറച്ചുകൂടെ മെച്ചപ്പെട്ടത്. 4 ആൺമക്കളാണ്. 4 ആൺമക്കളിൽ മൂന്നാമനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ 4 ആൺമക്കളെ വളർത്തണമെങ്കിൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 4 ആൺമക്കളും വീട്ടുകാരെ ആശ്രയിച്ചല്ല, എല്ലാവരും പുറത്ത് എല്ലാ ജോലിക്കും പോകും. എന്ത് ജോലിക്ക് വിളിച്ചാലും എന്തിനും പോകും. അപ്പോൾ അങ്ങനെ ഈ പഠിപ്പിനോടൊപ്പം തന്നെ ആ സൈഡായിട്ട് വരുമാനം കണ്ടുപിടിക്കും. അതുകൊണ്ട് തന്നെ പഠിക്കും എങ്കിൽ പോലും പൂർണ്ണമായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവർ വരുമാനം ഇപ്പുറത്ത് വേണം. അതുകൊണ്ട് തന്നെ അതിന്റെ കാര്യത്തിന് വേണ്ടി പോകണം. അങ്ങനെ എന്തൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്? ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം തൊട്ടേ ഒരു ബ്രാഹ്മൺ ഫാമിലിയാണ്. അപ്പോൾ ആനപ്പുറത്ത് കയറാൻ പോകും. ഈ ഉത്സവങ്ങളിൽ ആനപ്പുറത്ത് കയറാനായിട്ട്. ആനപ്പുറത്ത് കയറുമ്പോൾ അതിന് പ്രത്യേക പൈസ പ്രത്യേകം ദിവസക്കൂലിയാണ്. ഉത്സവം ഓരോ ദിവസം ആനപ്പുറത്ത് കയറാൻ പോകും. അങ്ങനെ ഒരുപാട് പ്രാവശ്യം ആനപ്പുറത്ത് വീണിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് ഒക്കെ ഉണ്ട്. എങ്കിലും അതിനോടുള്ള പ്രൈസ് ഉണ്ട്. പിന്നെ സാമ്പത്തികമായിട്ട് നമുക്ക് നല്ല വരുമാനം. പഠിക്കുന്ന കൂട്ടത്തിലാണെങ്കിലും രാവിലെ കയറാൻ പോകും, അത് കഴിഞ്ഞ് ക്ലാസ്സിൽ പോകും, വൈകുന്നേരം കയറാം. പിന്നെ രാവിലെ വൈകിട്ട് മാത്രമേ ഈ ഇത് കാഴ്ച ശ്രീവേദിയൊക്കെ ഉള്ളൂ. അപ്പം അങ്ങനെ കയറാൻ പോകും. പെയിൻറ്റിങ്ങിന് പോകും, കാറ്ററിങ്ങിന് പോകും, പ്ലേറ്റ് കഴുകാൻ പോകും. അങ്ങനെ ഒരു ഇതില്ല. അപ്പോൾ ഈ ജോലി പോകുന്ന സമയത്ത് കുടുംബക്കാരൊക്കെ ശരിയല്ല ആയിട്ടുണ്ട്. കാരണം ഡിഗ്രി കഴിഞ്ഞു, അതിനുശേഷം PG ചെയ്തു. PG MCOM ചെയ്ത് പാസ്സായി. അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ പോസ്റ്റൊക്കെ ഇടുമല്ലോ, MCOM പാസ്സായി എന്ന് പറഞ്ഞിടുമ്പോൾ. അപ്പോൾ പിന്നെ ഞാൻ എവിടെ പോയാലും വിളമ്പാൻ നിൽക്കുമ്പോൾ ഇവർ പൊതുവെ അമ്മയോടോ അല്ലെങ്കിൽ അച്ഛനോടോ പറയും, അവൻ ഇത്ര പഠിച്ചാൽ ഈ ജോലിക്കൊക്കെ പോകണേ. അവർ ചോദിക്കുമ്പോൾ ഞാൻ പറയാറുള്ള ഇത്രേ ഉള്ളൂ, പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഗവൺമെന്റ് ജോലിക്ക് പോകും. ഒരു സ്ഥിര ജോലി, സർക്കാർ ജോലി. ഇത്രയും നാളായിട്ട് വേറെ ഞാൻ സ്ഥിരമായിട്ടൊരു ജോലിക്ക് ഞാൻ വേറെ പോയിട്ടില്ല. പാർട്ട് ടൈം ജോലികൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. സ്ഥിര വരുമാനം കിട്ടിയത് സർക്കാർ ജോലി തന്നെ വേണം. അതെ അതെ, ആ ഒരു വാശിയിലായിരുന്നു. അതെ അതെ, എത്ര നാളെ ക്ഷമിച്ചിരിക്കാൻ തയ്യാറായിരുന്നു. എത്ര അപ്പോൾ ഈ ഒരു പഠനകാലത്ത് സ്വാഭാവികമായിട്ട് വീട്ടിൽ ചേട്ടന്മാര് അനിയന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ ഒരു സർക്കാർ ജോലി മേടിച്ചപ്പോൾ ഒരു മാതൃകയായോ? എനിക്ക് മാതൃകയായത് എൻ്റെ ചേട്ടനായിരുന്നു. എൻ്റെ ചേട്ടൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ അവനൊരു റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ റിലേഷൻ അവരുടെ വീട്ടിൽ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ജോലി മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കൊല്ലത്ത് പോയി നിന്ന് പഠിച്ചു, ബാങ്ക് കോച്ചിങ് പഠിച്ചു. അവൻ ബാങ്ക് എംപ്ലോയി രണ്ടാമത്തെ ചേട്ടൻ. പിന്നെ ഉള്ളത് ഞാനാണ്. അപ്പം ഞാൻ അവനെ കണ്ട് തന്നെയാണ് വളരുന്നത്. ഞാനിപ്പോൾ അവൻ 10ാം ക്ലാസ് കഴിഞ്ഞു കൊമേഴ്സ് എടുത്തു, ഞാനും കൊമേഴ്സ് എടുത്തു. അവൻ +2 കഴിഞ്ഞ് ഡിഗ്രി BCom എടുത്തു, ഞാനും BCom എടുത്തു. അവൻ ഡിഗ്രി BCom കഴിഞ്ഞ് MCom എടുത്തു, ഞാനും MCom എടുത്തു. അത് ഞാൻ അവനെ കണ്ട് തന്നെയാണ് ഞാൻ മാക്സിമം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാണ്ട് അല്ല, അനിയനും ചേട്ടനും വേറെ. അനിയൻ സോഷ്യൽ സർവീസാണ്, അടുത്തൊരു കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നത്. അനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 കഴിഞ്ഞിട്ട് അവൻ ബിസിനസ്സിലോട്ട് ഇറങ്ങി. അവൻ IT പഠിച്ചതിന് ശേഷം ബിസിനസ് പറഞ്ഞു. ശരിക്കും കഷ്ടപ്പെട്ട് ബിസിനസ്. അതാണ് ഇപ്പം എനിക്ക് ജോലിയില്ല, പക്ഷെ അനിയന് നല്ല വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വന്നപ്പോൾ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ പുറമേയുള്ളവർക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഞാൻ വേറെ അടിച്ചു ചോട്ടെ, ഈ 2016 തൊട്ട് PSC പഠിക്കാനായിട്ട് പറയാണ്. നമുക്കറിയാം നമ്മൾ ജോലി നേടും എന്നൊരു ലക്ഷ്യം നമുക്കുണ്ട്. പക്ഷെ പുറമേ കാണുന്ന ഇപ്പോൾ വീട്ടുകാർക്കാണെങ്കിലും അല്ലെങ്കിൽ ബാക്കി അയലത്തുള്ള ആൾക്കാർക്കാണെങ്കിലും അവൻ 8 വർഷമായിട്ട് ഇങ്ങനെ ഇരിപ്പാണ്, ഇവനെന്താണ് എൻ്റെ ഉദ്ദേശം എന്ന തരത്തിലുള്ള അങ്ങനെയുള്ള ചോദ്യങ്ങൾ നേരിട്ട് വരുന്നത്. എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. കാരണം ഞാൻ സ്വയം തൊഴിൽ ചെയ്യുന്നതുകൊണ്ട് സാമ്പത്തികപരമായിട്ട് വീട്ടുകാരുടെയോ നാട്ടുകാരുടെയോ മുമ്പിൽ പോകേണ്ടി വന്നിട്ടില്ല. എനിക്ക് സ്വന്തമായിട്ടൊരു നാസിക് ദോൾ ട്രൂപ്പുണ്ട്. എനിക്ക് സ്വന്തം ഞങ്ങൾ നാട്ടിലെ ഗ്രൂപ്പുകളെല്ലാം ചേർന്ന് നാസിക് ദോൾ ചെയ്യും. ഇങ്ങനെ ആനപ്പുറത്ത് കയറാൻ പോകും. അടുത്ത വീടുകളിലൊക്കെ ടാങ്ക് കഴുകാൻ വിളിച്ചാൽ ടാങ്ക് കഴുകാൻ പോകും, പെയിന്റ് പണിക്ക് പോകും. അങ്ങനെ എല്ലാ ജോലിയും ചെയ്യും. അപ്പം അതുകൊണ്ട് നാട്ടുകാർക്ക് എന്നോട് ചോദിക്കാൻ പറ്റില്ല. സാമ്പത്തികപരമായിട്ടാണെങ്കിലും എനിക്ക് സ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും നാൾ സ്ട്രഗിൾ ആയത്. ഞാൻ ജോലിക്ക് പോകും, പഠിക്കും. അങ്ങനെ വന്നപ്പോഴേക്കും എനിക്ക് പഠിപ്പ് കൃത്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ ബാക്കി കോമ്പറ്റീറ്റീവ് ആണല്ലോ, ചുമ്മാ ജയിച്ചാൽ പോരല്ലോ. ഇപ്പം ഡിഗ്രിയൊക്കെ ആണെങ്കിലും ചുമ്മാ ജയിച്ചാൽ മതി. അങ്ങനെ ഞാൻ ജയിച്ചു വന്നു. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് മുമ്പിൽ വന്നാൽ മാത്രമേ കയറാൻ പറ്റും. ഞാനപ്പോൾ അത് ബേസിസ് ചോദിക്കുകയാണ്. ആരും ഈ ചോദ്യം കേട്ടിട്ട് തെറ്റിദ്ധരിക്കരുത്.
സ്വാഭാവികമായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, ഒരു നമ്പൂതിരി ബ്രാഹ്മിൻസ് ഫാമിലിപ്പെട്ട ഒരാളാണ്. ഞാൻ ആളോട് PSC പരീക്ഷ എഴുതുന്ന ആരും ചോദിച്ചപ്പോൾ ആളിനോട് പറഞ്ഞൊരു റീസൺ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ എഴുതുന്നില്ല. പക്ഷെ എന്താ അത് നമുക്ക് റിസർവേഷൻ ഇല്ല. സോ അപ്പോൾ അതുകൊണ്ട് ആദ്യ റാങ്കിൽ വന്നാൽ പോലും ജോലി കിട്ടാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ലാത്ത തരത്തിലേക്ക് പറയുണ്ടായി. ഞാനിങ്ങനെ ഒരാൾ കൂട്ടുകാരൻ മാത്രമല്ല, അങ്ങനെ പല കൂട്ടുകാരുണ്ട്. ഇത് അതായത് ഇവരുടെ സാമ്പത്തികം വളരെ ഞെരുക്കത്തിലാണ്. പക്ഷെ പുറമേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ, കാറ്റഗറി വെച്ച് നോക്കുമ്പോൾ അവർ ഉയർന്ന കാറ്റഗറിയിലാണ്. അപ്പോൾ അതുകൊണ്ട് റിസർവേഷൻ സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെ മെയിൻ വരുന്ന ആൾക്കാർ ഇവർ വെച്ച് പുറയിലോട്ട് പോയാൽ പോലും ഇവർക്ക് ജോലി കിട്ടാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ എപ്പോഴെങ്കിലും ദേവനാരായണൻ ചിന്തിച്ചിട്ടുണ്ടോ, ഞാനിങ്ങനെ വന്നാൽ പോലും ഞാൻ കുറച്ച് ബാക്കിലാണ്, എനിക്ക് ജോലി കിട്ടത്തില്ല, അതുകൊണ്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്യുക, ഇത് PSC കോച്ചിങ് നിർത്താനൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇല്ലില്ല. ഞാൻ പഠിക്കാൻ ഇറങ്ങിയപ്പോഴും പഠിക്കുവാണെന്ന് പറഞ്ഞപ്പോഴും എൻ്റെ കാസ്റ്റിൽ കമ്മ്യൂണിറ്റിയിൽ പെട്ട പകുതി ആൾക്കാരും പറഞ്ഞു എന്നോട് ഇങ്ങനെയാണ്, നമുക്ക് റിസർവേഷൻ ഇല്ല, നമുക്ക് ഇതില്ല, സാധ്യത കുറവാണ്. പക്ഷേ ഞങ്ങളുടെ കാറ്റഗറിയിൽ ഒരു ലെവലിൽ, അതായത് പണ്ടുള്ളവർ നോക്കി കഴിഞ്ഞാൽ എല്ലാവരും അധ്യാപകരാണ്, ബാങ്ക് ജീവനക്കാരാണ്. ഇപ്പോഴാണെങ്കിലും എൻ്റെ അതായത് ഒരു 18s ജനിച്ച ആൾക്കാരൊക്കെ മിക്കവരും ഗവൺമെൻറ് എംപ്ലോയീസ് എല്ലാ വീടെടുത്തും. പക്ഷെ അതിനുശേഷം ഞങ്ങളുടെ ഒരു ജനറേഷൻ വന്ന് ആർക്കും ജോലി, അതായത് പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെ കിട്ടുന്നില്ല എന്നുള്ളൊരു മെന്റാലിറ്റി. ഞാൻ ഈ പറഞ്ഞതാണ്, എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞത് ഉണ്ട്. പക്ഷെ പഠിക്കുന്നവർക്ക് കിട്ടുന്നുണ്ട്. പഠിക്കുന്നവർക്ക് അതെ, നമുക്കിപ്പോൾ ഒരു ഒഴിവുള്ള ആ ഒരു എനിക്കുള്ളത് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. ഇനി ഞാൻ നിങ്ങളുടെ സ്റ്റോറി വായിച്ച സമയത്ത് അച്ഛൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് കേട്ടായിരുന്നു. അത് എങ്ങനെയാണ്? അത് പറയുന്നതിന് മുമ്പ് ഇപ്പോൾ 2019 വരെ ഈ ഓഫ്ലൈൻ ക്ലാസ്സസ്. അപ്പോൾ ഞാൻ അവസാനം പോയി കിങ്സ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ കയറണം. ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ദീപ് സാർ എന്ന് പറയുന്ന സാറുണ്ട്, നല്ല ഹെൽപ്പാണ്. അത്യാവശ്യം അവിടെ ഇരുന്ന് പഠിക്കാനുള്ള എല്ലാ സെറ്റപ്പും തരും. പക്ഷെ അതിനുശേഷമാണ് കോവിഡ് വരുന്നത്. കോവിഡ് വന്നതിന് ശേഷം ഞാൻ കൂട്ടുകാരൊക്കെ ഒത്ത് കറക്കാൻ തുടങ്ങി. ഈ എല്ലാവരും ഫ്രീ ടൈം ആയപ്പോൾ ഞങ്ങൾ പഴയ കാലത്തേക്ക് പോയി, പഴയ പാടത്ത് കളി, അങ്ങനെ എല്ലാ പരിപാടിയും നടന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വീഡിയോ ക്ലാസ് കാണാൻ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും കൂടി ഈ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയൊരു സംഭവം. അപ്പോൾ നോക്കുമ്പോൾ നെക്സ്റ്റ് അതിൽ തൊട്ടപ്പുറത്ത് കിടക്കുന്നത് എങ്ങനെ ഗവൺമെൻറ് ജോലി എത്ര എളുപ്പത്തിൽ നേടാം. പ്രദീപ് മഹോത്ര സാറിൻ്റെ ചെരുപ്പ് മേടിച്ചൊരു കഥയൊക്കെ പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ആണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ആ കാണുന്നത് മനസ്സിൽ സ്ട്രഗിൾ ചെയ്തു. രാത്രി വീട്ടിൽ പോയിട്ട് അതേ വീഡിയോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്താണ്. അപ്പോൾ സാറിൻ്റെ ഈ വീടിൻ്റെ പൊക്കത്ത് ഫ്രീ ആയിട്ട് ഇത്രയും കുട്ടികളിരുന്ന് പഠിക്കാൻ ശ്രമിക്കും. പഠിക്കണം എന്നുള്ള മനസ്സിലാഗ്രഹമുള്ളതുകൊണ്ട് തന്നെ ഞാൻ അതിനു വേണ്ടി സാറിനെ വിളിച്ചു നോക്കി. സാറ് പറഞ്ഞു ഇങ്ങനെ ഇല്ല, ഓഫ്ലൈനാണെന്ന് പറഞ്ഞു. അല്ല, ഓഫ്ലൈനില്ല, ഓൺലൈൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ എൻട്രിയിൽ കടന്നു വരുന്നു. അപ്പോൾ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും ഫോണാണ് കയ്യിലിരുന്നത്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫോൺ, രാത്രി ഫോൺ. അപ്പോൾ രാത്രി ഉറങ്ങാൻ ഞാൻ മോക്ക് ടെസ്റ്റ് ചെയ്യുമായിരിക്കും, പക്ഷേ വീട്ടുകാർ വിചാരിക്കുന്നത് ഫോണിൽ കളിക്കും. ആ ലോക്ക്ഡൗൺ സമയത്ത് എല്ലാവരും ഫോൺ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീട്ടിൽ ഓൾറെഡി ഇത്രയും വർഷമായിട്ട് അവൻ ജോലിക്ക് പോകുന്നില്ല, ഇവൻ ചുമ്മാ ഫോണിൽ കളിച്ചിരിക്കുന്നു. എന്നാൽ അങ്ങനെ ഒരു ഇത് വന്നപ്പോഴേക്കും പിന്നെ അച്ഛനും ഞാനുമായിട്ട് അങ്ങനെ വന്നപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്താലും തെറ്റ് കണ്ടുപിടിക്കാൻ തുടങ്ങി. ചിലപ്പോൾ ഉണ്ടാവും, നമ്മൾ പഠിക്കുന്നതുകൊണ്ട് നമ്മൾ അതിന് ശ്രദ്ധിക്കാറില്ല. പക്ഷെ അങ്ങനെ വന്നപ്പോഴേക്കും കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഫോണിൽ ക്ലാസ് കേൾക്കുകയാണ്. പക്ഷേ വീട്ടുകാർ വിചാരിക്കുന്നത് അപ്പോൾ എന്ത് പറഞ്ഞാലും പറയും, നീ ചുമ്മാ ഫോൺ കളിക്കുമല്ലേ, ആ സമയം കൊണ്ട് നിനക്ക് ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ചെയ്യും. അങ്ങനെ വന്നപ്പോഴേക്കും പരീക്ഷ പ്രിലിംസ് പാസ്സാകുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇരിക്കുമ്പോഴാണ്. അതിനുശേഷം കോവിഡ് വന്നതിന് ശേഷം പിന്നെ ക്ലാസ്സിലൊന്നും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് കണ്ടു തുടങ്ങി ഇതിൻ്റെ ഒരു ഭയങ്കര ഒരു എൻട്രിയുടെ ഭയങ്കര ഒരു ആരാധന വന്നു. കാരണം ഇത്രയും നാൾ ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് ഒരു ക്ലാസ് ഇന്ന് കിട്ടിയാൽ പിന്നെ കിട്ടുന്നത് 2 ആഴ്ച 3 ആഴ്ചന് ശേഷം. അപ്പോൾ ഇത് ഒരൊറ്റ ഹോൾഡറിൽ ഈ ഫുള്ള് വീഡിയോസ് കിടക്കുന്നു. എക്സാം നമുക്ക് എല്ലാ ദിവസവും ചെയ്യാനുള്ള എക്സാം കിടക്കുന്നു. വീട്ടിൽ ഇരുന്ന് തന്നെ നമുക്ക് എല്ലാം ചെയ്യാം. നമുക്ക് ഞാനൊരു കമ്പൈൻ സ്റ്റഡി ചെയ്യാറില്ലായിരുന്നു, എനിക്ക് കിട്ടാറില്ലായിരുന്നു. പല കാര്യം എനിക്ക് 3-4 പ്രാവശ്യം വായിക്കണം. ഞാൻ പറഞ്ഞില്ല, GK മാത്സോ ഇംഗ്ലീഷോ എനിക്കൊന്നും അറിയാൻ പാടില്ലായിരുന്നു. എല്ലാത്തിനും സെപ്പറേറ്റ് ഓരോ ക്ലാസ്സിന്. മാത്സിന് അടുത്തൊരു റാവു സാർ എന്ന് പറഞ്ഞ സാറുണ്ട്, സാറിൻ്റെ വീട്ടിൽ പോയി പഠിച്ചു. ഇംഗ്ലീഷ് വൈക്കത്ത് വാഴമനെ ക്ലാസ്സിൽ പോയി പഠിച്ചു. അങ്ങനെ ഓരോ ക്ലാസ്സുകൾ. അപ്പോൾ ഇതെല്ലാം എനിക്കൊരൊറ്റ ഫോണിൽ കിട്ടിയപ്പോൾ വളരെ സന്തോഷം. അപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്യും. രാവിലെ എഴുന്നേറ്റ് ഞാൻ കൃത്യമായിട്ട് ടൈം ടേബിൾ ഉണ്ടാകും. 4 മണിക്കൂർ എൻട്രി യൂസ് ചെയ്യും. അല്ലാണ്ട് ഈ എല്ലാ ദിവസവും 4 മണിക്കൂർ യൂസ് ചെയ്യും. 13 മണിക്കൂർ ഡെയിലി ഞാൻ പഠിക്കുമായിരുന്നു. 13 മണിക്കൂർ ഡെയിലി പഠിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് അത്രയും പഠിച്ചാലേ ഇവരുടെ ഒപ്പം എത്താൻ പറ്റുള്ളൂ. കാരണം ഞാൻ അത്രയ്ക്കൊരു പഠിക്കാൻ മിഡിലായിരുന്നു. ഇതുവരെയായിട്ട് ഞാൻ അങ്ങനെ പഠനത്തിൽ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഫോൺ യൂസ് ചെയ്യും രാത്രി. അപ്പോൾ വീട്ടിൽ ഇങ്ങനെ ചർച്ച ചെയ്യും. അതിനിടക്ക് ചേട്ടൻ്റെ വിവാഹമൊക്കെ വന്നു. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ എനിക്ക് ആകെ മെൻ്റലി ഇതായി. പരീക്ഷ മെയിൻസ് അടുത്തിരിക്കുന്ന സമയം 6 മാസം കൊണ്ടുള്ളൂ മെയിൻസ്.
എനിക്കെന്നാൽ ഇത്രയും വർഷം ആയതുകൊണ്ട് എനിക്ക് ആദ്യത്തെ 50-നുള്ളിൽ വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. 50-നുള്ളിൽ വന്നാൽ മാത്രമേ എനിക്ക് ജോലി കിട്ടുള്ളൂ എന്നുള്ള. എനിക്ക് ആദ്യം ബാച്ചിൽ കയറണം, ഇത്രയും വയസ്സായി. ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഈ PSC പരീക്ഷ എന്നെ തേക്കുമ്പോൾ അതോടൊപ്പം ഒരു പെണ്ണും കൂടെ എന്നെ തേച്ചായിരുന്നു. ആ സമയത്ത്, അതായത് ആ സമയത്ത് എല്ലാം ഉണ്ട്. ജോലി ഇല്ലാത്തതുകൊണ്ട് തേച്ചാണോ? അല്ല, ജോലി ഇല്ലാത്തതുകൊണ്ട് തേച്ചല്ല, അവർക്ക് വേറെ ആളെ കിട്ടിയപ്പോൾ ആൾ അവരുടെ ആ പ്രായമായിരുന്നു. ഞാനും അവിടെ നിന്ന് 4-5 വയസ്സ് വ്യത്യാസം ഉണ്ടായിരുന്നു. കോളേജിൽ പോയി പുതിയ ഒരാളെ കണ്ടപ്പോൾ അവരങ്ങോട്ട് പോയി. അതുമല്ല, എനിക്ക് അതിൽ വിഷമമൊന്നുമില്ല. അപ്പം എനിക്ക് വാശിയുണ്ടായിരുന്നു. നീ എല്ലാം കൂടി ഒത്തിരി പെൺപിള്ളേരിന് വരാൻ നിൽക്കുമല്ലേ? ഇല്ല, അതിനുശേഷം ഞാൻ വേറെ ഇതാക്കിയത് 2019 ഇതിന്. ആ സമയത്ത് തന്നെ എനിക്ക് വേറെ ഒരു നാട്ടിൽ തന്നെ വേറെ ഒരെണ്ണം. അതൊക്കെ അങ്ങനെ തന്നെ പോവും. അപ്പം എല്ലാ പരിപാടിയും ഉണ്ട്. വിഷമിച്ചിരിക്കാൻ തയ്യാറല്ല? ഇല്ല, ഒന്നുമില്ല. ഒരെണ്ണം പോയി അടുത്ത് അതുപോലെ പരീക്ഷയാണെങ്കിലും പോയി അടുത്തത് പഠിക്കും എന്നുള്ള ഒരു ഒറ്റ മൈൻഡിലായിരുന്നു. ആ ഒരു പോസിറ്റീവായിട്ട് എപ്പോഴും ചിന്തിക്കുന്നത്. അപ്പം ഇനി എൻട്രി ആപ്പിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയ സാധനം ഏതാ? എൻട്രി ആപ്പിൽ യൂസ്ഫുൾ ആയത് വീഡിയോ ക്ലാസ്സുകൾ ഇത്ര ഇങ്ങനെ ഒരുമിച്ച് കിടക്കുന്നതുകൊണ്ട് നല്ല. പിന്നെ ഓഫ്ലൈൻ ക്ലാസ്സിന് 2 മാസത്തെ ഫീസ് മതി. പിന്നെ ഡെയിലി എക്സാം ഒരിടത്തും കിട്ടത്തില്ല. എനിക്ക് ഡെയിലി എക്സാം എൻട്രിയിൽ കിട്ടും. 2 വർഷം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തു. എല്ലാ ദിവസവും എക്സാം ചെയ്തിട്ടുണ്ട്. പഠിക്കാൻ പറ്റില്ലെങ്കിലും ഒരു ദിവസം എക്സാം ചെയ്യും. എല്ലാ റാങ്ക് ലിസ്റ്റിലും 50-100-നുള്ളിൽ ഉണ്ടാവുകയും ചെയ്യും. ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച അധ്യാപകൻ ആരാണെന്ന് ഞാൻ പറയാമെന്ന് ഞങ്ങളുടെ വാക്കി നേരത്തെ വീണു. പ്രദീപ് സാറാണ്. പ്രദീപ് സാർ, എനിക്ക് പ്രദീപ് സാറാണ് ഇഷ്ടം. കാരണം പ്രദീപ് സാറിന്റെ മോട്ടിവേഷനാണ്. എന്നെ പോലത്തെ പഠിക്കണമെങ്കിൽ എനിക്ക് സമയം പ്രശ്നമില്ല, എനിക്ക് സാമ്പത്തികം പ്രശ്നമില്ല, വീട്ടുകാർ ഭയങ്കര സപ്പോർട്ട്, നാട്ടുകാർ കുഴപ്പമില്ല. എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. എനിക്ക് വേണ്ടത് ഇത് സ്ട്രഗിൾ പിടിച്ച് നിൽക്കുക. സെൽഫ് മോട്ടിവേഷൻ. അതിന് പ്രദീപ് മോഹൻ സാറിന്റെ വീഡിയോസ് ഭയങ്കര, പഠിക്കുന്നതിൽ കൂടുതൽ വീഡിയോസാണ് ഇഷ്ടം. പഠിപ്പിക്കുന്ന എല്ലാവരും അടിപൊളിയാണ്. കാരണം രഞ്ജിത്ത് സാറിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സൊക്കെ കോഡ്, അതായത് എവിടെയും കിട്ടത്തില്ല. പരീക്ഷയ്ക്ക് വേണ്ടി ക്യാപ്സ്യൂളായിട്ട് ഇങ്ങനെ തരിക, നിങ്ങൾ വിഴുങ്ങുക, എഴുതുക, അത് അത്രേ ഉള്ളൂ. പിന്നെ എല്ലാം സബി സാറാണെങ്കിലും രഞ്ജിത്ത് സാറാണെങ്കിലും പിന്നെ പ്രദീപ് മോഹൻ, ഉണ്ണിസാറിൻ്റെ സയൻസ് ക്ലാസ്സൊക്കെ, എനിക്ക് സയൻസൊക്കെ പാടായിരുന്നു. ഉണ്ണിസാറിൻ്റെ ക്ലാസ് എല്ലാവരും നല്ല. പിന്നെ ഡെയിലി രാവിലെ കറണ്ട് അഫയേഴ്സ് ചെയ്തിരുന്നു. രാവിലെ എഴുന്നേറ്റ് ഉടനെ ഫോണുമായിട്ട് പോകും, ഇരുന്ന് കറണ്ട് അഫയേഴ്സ് ചെയ്തു. ആൻസി മിസ് രാവിലെ ഇരുന്ന് ഞാൻ 2 ദിവസം ഗ്യാപ്പിട്ട് എഴുതും. അപ്പോൾ കറക്റ്റായിട്ട് വീഡിയോ കിട്ടും. അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സ് ചെയ്തു. എൻട്രി ആപ്പിൽ മോക്ക് എക്സാം ഒക്കെ എഴുതുമ്പോൾ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ? എൻട്രി ആപ്പിൽ എങ്ങനെ വന്നാലും ഒരു 40-നും 60-നും ഇടയ്ക്ക് ഒരു ദിവസം ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ അത് ഞാൻ എന്താണെന്ന് നോക്കി അത് കീപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ എൻട്രിയുടെ ആ ഒരു എക്സാമിന്റെ അനാലിസിസും കൃത്യമായിട്ട്. അതെ, അതാ പറഞ്ഞത്. അത് നമ്മൾക്ക് ഇത്രയും നാൾ എനിക്ക് ബേസ് എനിക്ക് അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻകാർ എനിക്ക് തന്നു. നല്ല അധ്യാപകരും അവർ നല്ല ഇതുപോലെ അവർ തന്നു. പിന്നെ ആ ബേസിന് ശേഷം കൃത്യമായിട്ട് അത് കീപ്പ് ചെയ്ത് പോകാൻ ഹെൽപ്പ് ചെയ്ത് എൻട്രി. റാങ്കിലേക്ക് എത്താനും. അതെ, എന്നെ റാങ്ക് ലിസ്റ്റ് വരാൻ ഹെൽപ്പ് ചെയ്തത് അവരും, അതായത് ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്ക് ലിസ്റ്റ് മുമ്പിൽ എത്താൻ ഹെൽപ്പ് ചെയ്തത് എൻട്രിയാണ്. നമ്മൾ പറഞ്ഞു തന്നില്ലേ അച്ഛൻ പുറത്താക്കിയ ഒരു സംഭവം. അപ്പോൾ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ അന്ന് അച്ഛൻ ചേട്ടൻ്റെ വീട് പണി കഴിഞ്ഞിട്ട് കല്യാണമായിരുന്നു, വീട് പണിയായിരുന്നു എല്ലാം. അപ്പോൾ എല്ലാം ഞാൻ തന്നെ, പണിയില്ലാത്തതുകൊണ്ട് എന്നെ തന്നെ എല്ലാവരും വിളിക്കുള്ളൂ. കൂട്ടുകാർ എന്തെങ്കിലും ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ എന്നെ വിളിക്കും, വാടാ പോവാം ചെയ്യാം, പോവും ചെയ്യും. പിന്നെ കല്യാണം വന്നു കഴിഞ്ഞാൽ അവിടെ പോകും. ഏത് വീട്ടിൽ കല്യാണം വന്നാലും വിളമ്പാൻ കാര്യം, കൂട്ടുകാരുടെ ആണെങ്കിൽ പ്രത്യേകിച്ച് തലേദിവസം പോകും, ഒരാഴ്ച പോകും, പെയിൻ്റ് അടി, എല്ലാ കാര്യവും ചെയ്യും. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും സ്വന്തം വീട്ടിൽ വന്നു. പക്ഷേ പരീക്ഷ അടുത്ത് നിൽക്കുക. അപ്പോൾ ഒരു വലിയ മാർബിള് പൊക്കി അടുത്ത പറമ്പിക്കൊണ്ട് വരണം. അപ്പം അച്ഛനാണെങ്കിൽ ഷുഗർ വന്നിട്ട് കാലിനും വയ്യ. ഞങ്ങൾ ഒരു 2 ദിവസം മുമ്പ് അവിടുത്തെ പണിക്കാരും ഞാനും ചേട്ടനും ഒരു 6-7 പേര് പിടിച്ചിട്ട് ആ പൊക്കാത്ത ഗ്രാനൈറ്റാണ്, അത് പൊക്കി മാറ്റണം. അപ്പം ഞാനും അച്ഛനും മാത്രം പൊക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പൊക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ പൊക്കണം, ഞാൻ പിന്നെ നോക്കിത്തരാം, എടുത്തുതരാമെന്ന് പറഞ്ഞു. പക്ഷെ അത് അച്ഛന് ഇഷ്ടപ്പെട്ടില്ല. അച്ഛനത് പറഞ്ഞു ചുമ്മാ ഇരുന്ന് പഠിക്കുകയല്ലേ എപ്പോഴും. അപ്പോൾ എനിക്കിത് എപ്പോഴും കേട്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ പറഞ്ഞു. പക്ഷെ നല്ലതാണ്, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് എനിക്ക് അവരോട് വിഷമമൊന്നുമില്ല. കാരണം അവർ ഞാൻ പഠിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ പഠിക്കുന്നില്ല എന്ന് അവർക്ക് തോന്നുന്നതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ശരിക്കും വിഷമമായി. നീ ചുമ്മാ ഇരിക്കുകയല്ലേ ഇവിടെ, ചുമ്മാ ഇവിടുത്തെ തിന്ന് ഇരിക്കുകയല്ലേ, അവർ അറിയാണ്ട് പറഞ്ഞു. പക്ഷേ എനിക്ക് ശരിക്കും വിഷമമായിട്ട് ഞാൻ അപ്പോൾ തന്നെ ചേട്ടനെ വിളിച്ചു. അതിന് ശരിക്കും എന്ത് ചെയ്യണമെന്ന് അറിയാം. നമ്മൾ റൂമിൽ പോയി ഒന്ന് കരഞ്ഞ് വീട്ടിൽ ചേട്ടനെ വിളിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ആ വാടാ നീ ഇങ്ങോട്ട് വാ. ചേട്ടൻ ഞാൻ പറഞ്ഞു ചേട്ടൻ ഭയങ്കര ഹെൽപ്പാണ്. ഞങ്ങളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര. ചേട്ടൻ അടിമാലിലായിരിക്കുന്നത്, ഇടുക്കി അടിമാലി. 4 വർഷമായിട്ട് അവിടെ തന്നെ നിന്ന് ജോലി ചെയ്യുക റൂമിൽ. അപ്പോൾ അവനൊരു വണ്ടിയുണ്ട്, ബൈക്കുണ്ട്. ആ ബൈക്കിലെല്ലാം കിറ്റിലൊക്കെ സാധനം, ബുക്കൊക്കെ, ഡ്രസ്സൊന്നും എടുത്തില്ല, ബുക്ക് സാധനങ്ങളൊക്കെ കെട്ടി വെച്ച് ഒരു 2-3 ജോഡി എടുത്ത് ചേട്ടന് ഡ്രസ്സുള്ളതുകൊണ്ട് ഞാൻ അതൊക്കെ എടുത്ത് വെച്ച് കെട്ടി വെച്ച് എടുത്ത് വിട്ടു. മൂവാറ്റുപുഴ പോവുക, പൊടിമഴയൊക്കെ ഉണ്ട്. മൂവാറ്റുപുഴ ഒരു വലിയൊരു വളവ് എത്തിയപ്പോഴേക്കും കിറ്റ് പൊട്ടി, ബാഗിൽ ബുക്ക് മുഴുവൻ റോഡിലായി. അപ്പോൾ എനിക്ക് ആകെ സങ്കടമായി. സങ്കടപ്പെട്ട് തന്നെ ഇവിടെ നിന്ന് വണ്ടി ഓടിച്ച് പോകുന്നു, പഠിക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തിൽ. ഇത്രയും നാളായിട്ട് ജോലി കിട്ടാത്തതുകൊണ്ട് നിർത്തിപ്പോകാനുള്ള മടിയുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോൾ റോഡ് മുഴുവനായി.
അപ്പോൾ അടുത്തുള്ളവരൊക്കെ ഒന്ന് ആ ബുക്കൊക്കെ പെറുക്കി തന്നു. അതിൽ ഒരുപാട് കുറച്ച് ബുക്ക് മിസ്സായി പോയി. കാരണം വരുന്ന വഴിക്ക് ഓരോന്നിങ്ങനെ ബുക്ക് മിസ്സായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ എത്തിയപ്പോൾ മുഴുവനായിട്ട് പൊട്ടി താഴത്ത് വീണു. അതൊക്കെ എടുത്തു വെച്ച് അവിടെ പോയപ്പോഴേക്കും ചേട്ടൻ ഹെൽപ്പാണ്. ചേട്ടൻ രാവിലത്തെ ഫുഡ്, വൈകുന്നേരത്തെ ഫുഡ് അതൊക്കെ മേടിച്ച് തരും. പിന്നെ ഇടുക്കി അടിമാലിയിലായിരുന്നു PSC പഠനം. അടിമാലിൽ തന്നെ ഇരുന്ന രാവിലെ തൊട്ട് അത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നല്ലൊരു രാവിലെ എഴുന്നേക്കും, ചേട്ടൻ ബാങ്കിൽ പോകും, ഞാനിരുന്ന് PSC പഠിക്കും. ചോറിനാണെങ്കിൽ അവൻ വിളിച്ച് അവൻ പറയും അവിടെ വന്ന് കഴിക്കാൻ പറയും. പിന്നെ ഡെയിലി അവിടെ അടിമാലി നല്ല നമ്മുടെ ഇവിടെ നാട്ടിലെ പോലെയല്ല, നല്ല ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ നല്ല ചിലവുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന റൂമിൽ തന്നെ പാചകം ചെയ്യാൻ തുടങ്ങി. എനിക്കറിയാൻ പാടില്ല, ഇത് ആദ്യമായിട്ടാണ് പാചകം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ചു, പിന്നെ ആ പെൺകുട്ടി അവളും വിളിച്ച് ഹെൽപ്പ് ചെയ്യും. ചോറും എന്തെങ്കിലും കറിയൊക്കെ വെക്കും. പക്ഷേ ഇത് ഒരു ക്ലോസ്ഡ് റൂമായിരുന്നു. അപ്പോൾ കറി വെക്കുമ്പോൾ ഇതിൻ്റെ മണം താഴത്തെത്തും. അപ്പോൾ അതിൻ്റെ ഓണർ അവിടെ ഉള്ളപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ 1-2 പ്രാവശ്യം വിളിച്ച് എനിക്ക് വാണി തന്നു, ഇവിടെ പാചകം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ റൂമിൽ ഒരാൾക്കേ അലോഡുള്ളൂ, നിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. പരീക്ഷയ്ക്ക് ഒരു 20 ദിവസം മുമ്പായപ്പോഴേക്കും ഓണർ കയറി വന്നിട്ട് ഇത് പറ്റില്ല, ഇവിടുന്ന് മാറണം എന്നൊക്കെ എന്നോട് ദേഷ്യപ്പെട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്ത്. ചേട്ടന് ബുദ്ധിമുട്ടായിരുന്നു, ചേട്ടനെ തൊട്ടടുത്ത് ബാങ്കിനടുത്ത് അവനൊരു ബുദ്ധിമുട്ടായിരുന്നു വെച്ച് അവസാനം എക്സാമിന് 20 ദിവസം മുമ്പ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. എക്സാം 2021 മാർച്ച് 22 മാർച്ച് 20 മാർച്ച് 22 മൂത്ത ജ്യേഷ്ഠൻ്റെ കല്യാണം. അപ്പോൾ 22 ദിവസത്തെ വ്യത്യാസമുള്ളൂ. വീട്ടിൽ വന്നാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് കല്യാണം വിളിക്കുക. ഞങ്ങൾക്ക് വന്ന കല്യാണം തുടങ്ങുമ്പോൾ 10 ദിവസം മുമ്പേ പ്രോഗ്രാം, ബ്രാഹ്മിൻസാണ്, 10 ദിവസം മുമ്പേ കല്യാണത്തിൻ്റെ പ്രോഗ്രാം തുടങ്ങും. അപ്പോൾ പരീക്ഷയ്ക്ക് മുഴുവൻ ഇങ്ങനെ ഓരോ ഓട്ടം കാര്യങ്ങളൊക്കെ ആയിരുന്നു. ടെൻഷൻ അടിച്ചുകൊണ്ടാണ് ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും അത് അടിപൊളിയായി. അതെ. പിന്നെ ഫിസിക്കലിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരുന്നു? ഫിസിക്കലിൽ എനിക്ക് ഞാൻ 2017 തൊട്ട് പ്രാക്ടീസ് ചെയ്യും. എല്ലാ ദിവസവും രാവിലെ ഓടാൻ പോകും. 2017 തൊട്ട് പ്രാക്ടീസ് ആ ലിസ്റ്റിൽ വരുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തിലകൻ സാർ എന്ന് പറഞ്ഞൊരു സാറുണ്ട്, സൗജന്യമായിട്ടായിരുന്നു ഫിസിക്കൽ കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ പിള്ളേർ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മന്ത്ലി ഫീസ് വെച്ചു. ആ സാറിൻ്റെ അടുത്താണ് ഫിസിക്കൽ 5 ഐറ്റം പാസ്. ഞാൻ ബാഡ്മിൻ്റൺ ജില്ലാ വിന്നറായിരുന്നു. അങ്ങനെ സ്കൂളുകളിൽ പഠിക്കുമ്പോഴൊക്കെ ബാഡ്മിൻ്റൺ കളിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ് സ്പോർട്സ്. ഇത് പക്ഷേ എങ്കിലും ഈ ഹൈ ജമ്പ് ലോങ് ജമ്പൊക്കെ നമുക്ക് പാടായിരുന്നു. അത് അവിടുത്തെ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവരെ ഹെൽപ്പ് ചെയ്തു, അല്ലാണ്ട് സാറും ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഫിസിക്കലൊക്കെ ആദ്യം 5 ഐറ്റം തന്നെ പാസ്സായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ജോലിയൊക്കെ ആയിട്ട് ഇത് വന്നില്ല, ഡിസ് കയ്യിൽ വന്നില്ല. അപ്പോൾ ഇത് കയ്യിൽ ഏറ്റവും വാങ്ങിയപ്പോൾ അച്ഛൻ്റെ എന്താണ്? അച്ഛനോട് ഞാൻ പറഞ്ഞില്ല, അമ്മയോട് പറയും. അമ്മ വഴി അച്ഛൻ അറിയും. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും. പിണക്കം മാറിയിട്ടില്ല? പിണക്കമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പിണക്കമില്ല, ആവശ്യത്തിനുണ്ട്. എന്നാൽ എല്ലാവരും ആൺമക്കള് കൂടുതലും പ്രതിമോഹൻ സാറിന് എപ്പോഴും പറയും ആൺമക്കള് കാര്യങ്ങൾ അതൊക്കെ പറയുന്നതുകൊണ്ടാണ് സാറിന്റെ വീഡിയോസ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അങ്ങനെ എന്തായാലും ഇത്രയും വർഷം അല്ലേ, വലിയൊരു എനിക്കൊന്ന് സിവിൽ സർവീസിലാണെങ്കിൽ ഇതേപോലെ കുറേ നമുക്ക് സ്റ്റോറിയൊക്കെ കാണാൻ പറ്റും. ഇത്രയും നാളും ഇതിൻ്റെ പുറകെ ഇരുന്നിട്ട് വിടാതെ പിടിച്ചിട്ടൊരു സംഭവം പോലെ. ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം പലർക്കും ഇങ്ങനെ കൈ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഒരു നിരാശയും, പിന്നെ ഈ ജോലി വേണ്ട അല്ലെങ്കിൽ ഇനി പുറകെ കാര്യമില്ല എന്നുള്ള ചിന്താഗതിയാണ്. അപ്പോൾ അവിടെയാണ് നിങ്ങൾ വ്യത്യസ്തനാകുന്നത്. കാരണം ഇന്ന് ഞാൻ പറഞ്ഞു, ഈ ഒരു കാസ്റ്റിൻ്റെ ഒരു പ്രശ്നം, അതായത് ജോലി കിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഇത്രയും വർഷമായി, ലാസ്റ്റ് ചാൻസാണ്, ഇനി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ടേക്ക് നോക്കുമോ എന്നുള്ളത് ധാരാളം അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അതിൽ പ്രതീക്ഷ അർപ്പിച്ചു, അത് നേടിയെടുത്തു എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. നമ്മളെ സംബന്ധിച്ച് വലിയൊരു ജോലി കിട്ടിയതിനൊരു സംഭവം തന്നെയാണ് ഈ ഒരു നേട്ടം എന്ന് പറയുന്നത്. ഞാൻ പിന്നെ വേറെ കാര്യമായിട്ട് അറിഞ്ഞു, ഈ ഒരു നേട്ടം കിട്ടിയ ഒരു ജോലി കിട്ടിയപ്പോൾ ഇനി ബാക്കിയുള്ള ഇനി യുവതലമുറയെ പഠിപ്പിക്കാനായിട്ട് അങ്ങനെ ഫ്രീ ആയിട്ട് നിങ്ങളും തയ്യാറാകുന്നു? പഠിപ്പിക്കുക എന്നല്ല, അത് ഞാൻ പറഞ്ഞില്ല. ഞാനിപ്പോൾ ഇവിടെ റെപ്രസെൻ്റ് ചെയ്ത് നിൽക്കുന്നത് ഞങ്ങളൊരു സമുദായത്തിനെ റെപ്രസെൻ്റ് ചെയ്താണ്, അല്ലാണ്ട് ഈ മിഡിൽ ക്ലാസ്സിനെ റെപ്രസെൻ്റ് ചെയ്ത്, പിന്നെ എല്ലാ ജോലിക്കും പോകുന്ന കുട്ടികളെ റെപ്രസെൻ്റ് ചെയ്താണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരെല്ലാവരും ഡിഗ്രി കഴിയും, എന്തെങ്കിലും പ്രൈവറ്റ് ജോലിക്ക് പോകും, അങ്ങനെ ഒതുങ്ങിപ്പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ അവർക്ക് ചെയ്താൽ കിട്ടുമോ എന്നറിയില്ല. ഈ പിന്നെ തുടങ്ങിയിട്ട് 1 വർഷം കഴിയുമ്പോൾ നിർത്തിപ്പോകുന്നവർക്ക് അവർക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ എപ്പോഴെപ്പോഴും പറയും, എടാ നമുക്കിങ്ങനെ പഠിക്കാം, ഞാൻ ഹെൽപ്പ് ചെയ്യാം. പക്ഷേ ഞാനൊരു ലിസ്റ്റ് വന്നാലും എനിക്ക് അവരോട് പറയാനുള്ള വോയിസ് ഉള്ളൂ. ഞാൻ എൻ്റെ റാങ്ക് ലിസ്റ്റ് എന്ന് വന്നോ അന്ന് ഞാൻ എല്ലാവരും ക്യാൻവാസ് ചെയ്യാൻ തുടങ്ങി. അന്ന് ഞാൻ എൻ്റെ അനിയന്മാർ എന്നോട് ഈ വർക്കിന് വരുന്ന എല്ലാ കുട്ടികളെയും ഞാൻ ക്യാൻവാസ് ചെയ്തു. അതിൽ നിന്നൊരു 10 പേര് എനിക്ക് ഇങ്ങോട്ട് പേഴ്സണൽ മെസ്സേജ് അയച്ചവർക്ക് മാത്രം ഞാൻ ആദ്യം ക്യാൻവാസ് ചെയ്തു. എന്നിട്ട് ഞാൻ പേഴ്സണൽ മെസ്സേജ് അയച്ചവർക്ക് അവർക്ക് ഞാനൊരു ഇൻട്രഡക്ഷൻ പോലെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവർക്ക് എല്ലാവർക്കും അതിൽ 2-3 പേര് വെച്ചിട്ടാണ് എൻട്രി അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിച്ചു. എന്നിട്ട് അവർക്ക് രാത്രി 9 മണി തൊട്ട് 12 മണി 11 വരെയൊക്കെ ക്ലാസ് ആയിട്ടല്ല,
എനിക്കറിയാവുന്ന കാര്യം പറഞ്ഞു പറഞ്ഞു കൊടുക്കുക. അവർ ഞാനൊരു ഗൈഡ് വെക്കും. പിന്നെ അവരടുത്ത് ഞാൻ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ 1-2 പേരെ കൊണ്ട് ചേർക്കുകയും ചെയ്തു. അവർക്ക് പഠിക്കണമെന്ന് ആഗ്രഹം വന്നു. അപ്പോൾ ഇപ്പോഴത്തെ സിവിൽ പോലീസ് ഓഫീസറിന് വേണ്ടിയാണ് ഇപ്പോൾ അവർ പഠിക്കുന്നത്. പഠിക്കുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ അവർക്ക് എനിക്കെന്ത് ഗുണമുണ്ടായോ അത് നെക്സ്റ്റ് 10 പേർക്കെങ്കിലും അത് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ നിർത്തുള്ളൂ എന്നൊരു വാശിയുണ്ടായിരുന്നു. അവർ ഈ പ്രദീപ് സാറിനെ കണ്ടപ്പോൾ പ്രദീപ് സാറും പറഞ്ഞു, എടാ നമ്മളെ കൊണ്ട് കഴിയാവുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുക. അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ അത് എനിക്കൊരു മോട്ടിവേഷനായി. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കാത്ത കൂടുതൽ അവർ ചെയ്യാൻ തുടങ്ങി. അവർ കൃത്യമായിട്ട് വീഡിയോ കാണാൻ തുടങ്ങി, അതിന് ഡൗട്ട് ചോദിക്കാൻ തുടങ്ങി. പിന്നെ 9 മണി ഞാൻ പോലും അവരിന്ന് പഠിക്കാൻ തുടങ്ങി. 9 to 12 മണി രാത്രി സമയത്ത് അവർ അവിടെ ഇരിപ്പാം. പക്ഷെ ഞാൻ 12-13 മണിയാകുമ്പോൾ ഞാൻ പോകും. പക്ഷെ അവർ 3 മണി വരെയൊക്കെ ഇരിക്കും. ഇപ്പോൾ 2 മണി 3 മണി വരെയൊക്കെ അവർ അവിടെ ഇരുന്ന് പഠിക്കും. ഞാൻ ലാസ്റ്റ് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ 8 വർഷമായിട്ട് ഇങ്ങനെ PSC എന്ന് പറയുന്നത് മനസ്സിൽ നിന്ന് വിടാതെ ഇങ്ങനെ പിടിച്ചു നിർത്താനായിട്ട് എന്തെങ്കിലും ഒരു സെൽഫ് മോട്ടിവേറ്റഡ് എന്താണ് അവിടെ ചെയ്ത കാര്യം? സെൽഫ് മോട്ടിവേഷൻ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ക്യാരക്ടർ അതാണ്. ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്നവരെ ഞാൻ മുമ്പോട്ട് പോകും. പിന്നെ സിവിൽ പോലീസ് ഓഫീസർ ജോലി എനിക്ക് അത്ര ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു ജോലി വളരെ ഇഷ്ടമാണ്. SI ആണെന്നാണ് ആഗ്രഹം. അത് ഞാൻ വരും വർഷങ്ങളിൽ പഠിച്ച് നേടാൻ ശ്രമിക്കും. അതെ. അപ്പോൾ എൻ്റെ ക്യാരക്ടർ വെച്ചിട്ടും ആ ജോലി തന്നെയാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ എൻ്റെ ലാസ്റ്റ് ചാൻസ് വരെ ശ്രമിക്കാന്നുള്ളത്. ഇപ്പോൾ എനിക്ക് 26 വയസ്സ് തികയുന്നത് നവംബർ 17-ാം തീയതിയാണ്. ഇത് വിളിക്കുന്നത് ഡിസംബർ 12-ാം തീയതി. അതായത് 26 വയസ്സ് കഴിഞ്ഞിട്ടും എനിക്കൊരു ചാൻസ് തന്നു. അപ്പോൾ അത് എനിക്ക് വേണ്ടിയുള്ളതാണെന്ന് എനിക്ക് നന്നായിട്ട് ബോധ്യമുണ്ടായിരുന്നു. അപ്പം ഞാൻ ശ്രമിച്ചാൽ കിട്ടുമെന്ന് എനിക്കൊരു വിശ്വാസമുള്ളതുകൊണ്ട് ശ്രമിച്ചു. പക്ഷേ ജോലി കിട്ടിയില്ലെങ്കിൽ ഞാൻ പെട്ടുപോയത്. ഞാൻ ഇനി ഇത്രയും വർഷം ഇരുന്നിട്ട് ഈ ജോലി കിട്ടിയില്ലായിരുന്നു എനിക്ക് ഭയങ്കര പ്രശ്നമായി പോകാൻ. ഓക്കെ, ഫൈൻ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ഒരു വിജയത്തിലും ഇപ്പം പുതിയ കുട്ടികളോട് ഇനിയും PSCക്ക് വേണ്ടി ഇതേപോലെ തയ്യാറെടുക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. കുറേ നാളായിട്ട് ഇതിനു വേണ്ടി ഇരുന്നിട്ട് ഇതുവരെ കിട്ടാതെ മനം മടിച്ചിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവരോട് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടാവും? അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അവർ പല വീഡിയോസ് ഇങ്ങനെ കാണും. ചിലപ്പോൾ 6 മാസം കൊണ്ട് ക്ലിയർ ചെയ്തവരുണ്ടാവും, 2 വർഷം കൊണ്ട് ക്ലിയർ ചെയ്തിട്ടുണ്ടാവും, 8 വർഷം കൊണ്ട് ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. അതിലൊരാളാണ് ഞാൻ. നിങ്ങൾക്ക് 1 മാസം കൊണ്ട് കിട്ടിയില്ല അല്ലെങ്കിൽ 5 വർഷം കൊണ്ട് കിട്ടിയില്ലെങ്കിൽ നിർത്തിപ്പോരും. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിച്ചാൽ ഉറപ്പായിട്ട് കിട്ടും. പിന്നെ നിങ്ങൾക്ക് നല്ലൊരു കൃത്യമായിട്ട് വഴി തെളിച്ചു തരാൻ ഇപ്പോൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതുപോലെ ആപ്പുകളുണ്ട്. നിങ്ങൾക്ക് ഏതാണോ നല്ല നിങ്ങൾക്ക് തോന്നുന്നത്, അഫോർഡബിളായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളത്, അത് വെച്ച് നിങ്ങളുടെ ലക്ഷ്യം നേടാൻ ശ്രമിക്കുക. ഒരിക്കലും നിർത്തിപ്പോരും. കാരണം നല്ല വ്യത്യാസമുണ്ട്. പണ്ട് എനിക്ക് ജോലിയില്ലാത്ത സമയത്ത് ഞാൻ ഇങ്ങനെ ഓരോ ഉത്സവ പറമ്പിലൊക്കെ പോകുന്നത് ഞാൻ പറഞ്ഞിട്ട്, അങ്ങനെ പോകുമ്പോഴേക്കും ഞാൻ ഒരു വീഡിയോ എടുത്ത് ഒരു സോഷ്യൽ മീഡിയയിൽ ഇട്ടെങ്കിൽ ചോദിക്കും, ചുമ്മാ കറങ്ങി നടന്നാൽ മതിയെന്ന് ചോദിക്കും. ഞാൻ ഈ കഴിഞ്ഞ വർഷം തൃശ്ശൂർ പൂരത്തിന് പോയിട്ട് വീഡിയോ എടുത്തിട്ട് എല്ലാവരും തകർക്കുവാണല്ലോ, ജോലി നമുക്ക് ഇനിയിപ്പോൾ എന്താണ് ചെയ്യാമല്ലോ. അത് നല്ല ഡിഫറൻസാണ് ആ പറയുന്നത്. അതാ. അപ്പോൾ നിങ്ങൾക്കും ശ്രമിച്ചാൽ കിട്ടും. ശ്രമിച്ചുകൊണ്ടേ ഇരിക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഉടനെ അപ്പം കൺക്ലൂഷൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ദേവനാരായണൻ തന്നെ എൻ്റെ വീഡിയോയുടെ കൺക്ലൂഷനും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ദേവനാരായണൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്രദമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം, മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.